വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു ആഫ്റ്റർനൂൺ വ്ളോഗ് എന്നൊക്കെ പറയാം. ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ആദ്യം തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എഴുതി വെച്ചിട്ടുള്ള ടു ഡു ലിസ്റ്റ് വോളിലുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പറിച്ച് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു പാക്കേജ് അൺബോക്സ് ചെയ്യാം കേട്ടോ. ഇത് ഇന്നലെ വന്നതാണ്, അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു. ഇതപ്പോൾ ക്ലേ ആൻഡ് പേസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പം ഇതിൽ കുറച്ച് ക്ലേ ഐറ്റംസ് ആണെന്ന് എനിക്കറിയാം, ക്ലേ ചാംസും അങ്ങനത്തെയൊക്കെ. പക്ഷേ എന്താ ഏതാണെന്ന് ഒന്നും അറിയില്ല, ഡിസൈനും ഒന്നും അറിയില്ല കേട്ടോ, അതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് കേട്ടോ ഞാൻ അതൊക്കെ തുറക്കണത്. അതാണെങ്കിലോ നോക്കിയിട്ട് തുറക്കാനും ശരിക്കും കഴിയണില്ല, അങ്ങനെ ഫുൾ കവർ ചെയ്ത് വെച്ചോണ്ട് തന്നെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ വന്നിട്ടുണ്ട് എന്ന്, അപ്പോൾ ഇത്രയും നേരം തന്നെ ഞാൻ അതെങ്ങനെയൊക്കെയോ ഓപ്പൺ ചെയ്യാതെ കടിച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു. ഇങ്ങനത്തെ പാക്കേജസ് ഒക്കെ വരുന്ന സമയത്ത് അൺബോക്സ് ചെയ്യണ വരെ ഒരു സമാധാനം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ഉള്ളിൽ എന്താണെന്നും കൂടെ അറിഞ്ഞിട്ടില്ലെങ്കിൽ. അപ്പോൾ എന്തായാലും ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു താങ്ക് യു കാർഡാണ് കേട്ടോ. താങ്ക് യു കാർഡ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പാക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതാ ഒരു കുഞ്ഞു സ്റ്റിക്കറും കൂടെ, ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കറും കൂടെ ഇങ്ങനെ ഫ്രീ ബി ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനുള്ളിലുള്ള പാക്കേജ് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു റെയിൻബോ ഷേപ്പിലുള്ള, റെയിൻബോ തീമിലുള്ളതാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ആ രണ്ട് സൈഡിലും ക്ലൗഡ്സ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ. ഇതെല്ലാം ഇവർ ഹാൻഡ് മെയ്ഡായിട്ട് ക്ലേ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന വർക്കുകളാണ് കേട്ടോ. നമുക്ക് വേണ്ട ഷേപ്പിലും വേണ്ട രീതിയിലും അവർ ചെയ്തു തരും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ പേജിൽ തന്നെ ഇങ്ങനെ കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആൻഡ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുമാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെക്ക് ചെയ്യണം വേണം എന്നാണെങ്കിൽ ആ പേജിലൊന്ന് കയറി നോക്കിയാൽ മതി. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ക്ലേ കീ ചെയിൻ ആണ് കേട്ടോ. ഇതും നല്ല രസമുണ്ട് കാണാൻ, ഓരോന്നും എടുക്കുമ്പോഴും അതാണ് ഭംഗിയെന്ന് തോന്നും. ഇതൊരു ബ്രെഡ് ടോസ്റ്റും പുൾസൈയാണ് കേട്ടോ വരുന്നത്, രണ്ടും കൂടെ ഒരൊറ്റ കീ ചെയിനുമ്മലാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നിങ്ങൾക്ക് എന്നെ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവണ്ട, ഞാനിങ്ങനെ പറഞ്ഞ് ഓവറാക്കണില്ല. പിന്നെ സൈസും നല്ല കുഞ്ഞേതായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി ലാസ്റ്റ് ഐറ്റം വന്നിട്ട് ഈ ഒരു ഡെക്കിൻ്റെ ഷേപ്പിലുള്ളതാണ് കേട്ടോ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവില്ല, ഇതിൽ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ്, ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട്. അതുവരെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ചെയ്തത് എന്നും കൂടെ തോന്നൂല, അത്രയും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ക്ലേ വെച്ചിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, കുറച്ചധികം നേരം തന്നെ അതിന്മേൽ ഇരിക്കേണ്ടി വരും. എന്നിട്ടോ നമ്മൾ വിചാരിച്ച പോലെ കിട്ടാനും കുറച്ച് പണിയാണ്. പക്ഷെ ഇതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനതൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കുറച്ച് റീൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാൻഡിൽസും അതൊക്കെ വെച്ചിട്ട്. അങ്ങനെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് അതൊക്കെ തിരിച്ചെടുത്ത് വെക്കുകയാണ്. പിന്നെ ആ ഒരു സ്റ്റിക്കർ ഞാൻ ഈ ഒരു വാളിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ അതെല്ലാം തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഐറ്റംസൊക്കെ ഞാൻ ആ ഒരു ബോക്സിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രീ ആവുന്ന സമയത്ത് വേണം റൂമിൽ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാനും പേടിയാണ്. യൂസ് ചെയ്താലെങ്ങാനും അത് കേടാവുമോ പൊട്ടുമോ അങ്ങനത്തെ ഒരു ടെൻഷനാണ്. ഇനിയിപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് ഹാമ്പറാണ് കേട്ടോ സെറ്റ് ചെയ്യാനുള്ളത്. സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല. ഫ്രെയിമിക്ക് ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്യണം, പിന്നെ റിംഗ് ആൽബത്തിന് ഹോൾ ഇട്ടിട്ട് റിങ് ചേർക്കണം, അത്രയേ ഉള്ളൂ. ഞാൻ ഈ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ചെയ്യണ സമയത്ത് ഇപ്പം ഒരു ദിവസം കൊണ്ട് തന്നെ അതിക്കുള്ള എല്ലാ ഐറ്റംസും ചിലപ്പോൾ നമുക്ക് കിട്ടണം എന്നില്ലല്ലോ. നമ്മൾ ചില സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് വരുത്തേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം പോകുമ്പോൾ വാങ്ങാൻ മറക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് അങ്ങനെ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് കിട്ടില്ലല്ലോ. അപ്പം കിട്ടുന്ന സാധനങ്ങൾ ആ ഒരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെക്കുകയാണ് കേട്ടോ ചെയ്യാം. കാരണം മിസ്സാവണ്ട, ഒന്നും വെക്കാൻ മറക്കണ്ട എന്നൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെയാണ് വെക്കൽ. ഇതിലിനി ഒരു കുഞ്ഞു ബൊക്കെ കൂടെ ചെയ്യാനുണ്ട്, അതിനി നാളെയൊക്കെ ആയിട്ട് ചെയ്യണം. ഇതിപ്പോൾ 3x3 സൈസിൽ വരുന്ന ഫ്രെയിം ആയിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ റിംഗ് ആൽബത്തിന് വേണ്ട ഫോട്ടോസിന് ഹോൾ ഇട്ട് കൊടുക്കുന്നതും കൂടെ ഉണ്ട്.
പിന്നെ നമ്മുടെ വീഡിയോക്ക് വ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിലും വ്യൂസിനെ വെച്ച് നോക്കുമ്പോൾ ലൈക്സ് ഭയങ്കര കുറവാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഒരു വീഡിയോയിലും ലൈക്ക് ചെയ്യാനോ സബ് ചെയ്യാനോ ഒന്നും പറയലില്ല. കാരണം അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമല്ലേ, കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തോട്ടെ എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കലുള്ളത്. പക്ഷേ കമൻസിനേക്കാളും ലൈക്ക് കുറവാകുമ്പോൾ ചിലപ്പോൾ മറന്നു പോകണോണ്ടാണോ അതോ നിങ്ങളത് നോക്കിയിട്ടാണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ കമൻറ്റ് അത്യാവശ്യം ഉണ്ട്, പക്ഷേ അതിനേക്കാളും കുറവാണ് ലൈക്ക്. അങ്ങനെ വരുമ്പം ചിലപ്പം ലൈക്ക് ചെയ്യാൻ മറക്കുന്നതുകൊണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം വീഡിയോക്ക് ലൈക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ റെക്കമെൻഡേഷനിൽ പോകാനും വ്യൂസ് വേറെ കിട്ടാനൊക്കെ കുറച്ച് പണിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഇഷ്ടമാണെങ്കിൽ മാത്രം മതി. അങ്ങനത്തെ റിംഗ് ആൽബം കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഡെസ്കിലുള്ള പേപ്പർ പീസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ വെക്കാനുള്ളത് 2 ചോക്ലേറ്റ്സ് ആണ് കേട്ടോ, ഗാലക്സി. അപ്പോൾ അത് ഞാൻ ഇന്നലെയാണ് വാങ്ങിയിട്ടുള്ളത് തോന്നുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഈ ഒരു ബോക്സിലിട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു മിനി ബൊക്കെ കൂടെ ചെയ്യാനുണ്ട്. ഭയങ്കര കുഞ്ഞു സൈസാണ് കേട്ടോ ചെയ്യാനുള്ളത്. കാരണം ഈ ബോക്സ് തന്നെ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ, ഇതിൽ കൊള്ളണ ബൊക്കെ വേണം ചെയ്യാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഫോട്ടോസും കൂടെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു, പോളറോയിഡ്സ്. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇതും ഒരു കുഞ്ഞു ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഒരു ബ്രൗൺ പാക്കേജിങ് ബോക്സ് ഉണ്ടല്ലോ, അതിൽ സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഫോട്ടോസ് കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ കൊറിയർ ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുന്നേ സെറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഉണ്ടല്ലോ, ഞാനൊരു 2 ദിവസം മുന്നേ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, 2 അല്ല ഒരു 4 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. കുഞ്ഞു കസ്റ്റമറിനുള്ള, അതായത് 3ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്കുള്ള ഓർഡർ ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് പാക്ക് ചെയ്യണത്, സ്റ്റിക്കറും ഒരു കുഞ്ഞു ബുക്കും പാക്ക് ചെയ്യണത്. അപ്പോൾ അതിൽ ഞാനങ്ങനെ എൻ്റെ സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാന്ന് പറഞ്ഞിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ ഒരു ഏജിൽ തന്നെയുള്ള കുറേ കുട്ടികൾ വിചാരിച്ചിട്ടുള്ളത് അത് നമ്മൾ വെറുതെ ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് എന്നാണ്. കാരണം ഇൻസ്റ്റയിലും എനിക്കിപ്പോൾ മെസ്സേജ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴെ തന്നെ നോക്കിയാൽ മനസ്സിലാവും കുറേ എനിക്കും സെൻഡ് ചെയ്തിരുമോ എന്നുള്ള രീതിക്ക് അങ്ങനെ ചോദിച്ചിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മളത് ഓർഡർ ചെയ്തിട്ടുള്ള കസ്റ്റമറിനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്, ഫ്രീ ആയിട്ടല്ല. കാരണം ഫ്രീ ആയിട്ട് നമുക്ക് ഒരാൾക്ക് മാത്രം കൊടുക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ട് ഒരാൾക്ക് മാത്രം നമ്മളെങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കസ്റ്റമർ ഓർഡർ ചെയ്തതിനനുസരിച്ചാണ് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ പോളറോയിഡ്സ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ ചായ ഉണ്ടാക്കാൻ പോയി. വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് അനിയത്തി വീട്ടിലുണ്ടായിരുന്നു കേട്ടോ, ഓള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ പോവുകയും ചെയ്യും, വൈകുന്നേരമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പോവും. അതുകൊണ്ട് തന്നെ നേരത്തെ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണ്. അങ്ങനെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഓള് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച സാധനങ്ങളാണ്. കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസ് ആണ് കേട്ടോ, കുറേ ഒന്നുമില്ല. ഇവിടെ ഉള്ള സാധനങ്ങളൊന്ന് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഉപ്പും സുറുക്കിയൊക്കെ ഇട്ട് വെച്ചതാണ്. ഞങ്ങളങ്ങനെ വീട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കി വെക്കലില്ല കേട്ടോ, കുറവാണ്. ഇതിപ്പോൾ കുറച്ച് മാങ്ങയും ക്യാരറ്റൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ കരുതിയതാണ്. പിന്നെ ഓൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകും ചെയ്യാമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും ചായ കുടിക്കാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ പ്ലം കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ അന്ന് വാങ്ങിയിട്ടുള്ളതല്ല, വേറെയാണ്. അപ്പോൾ ഇതുവരെ ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഇതിമൊന്നൊരു പീസും കൂടെ കഴിക്കാൻ കരുതി. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓള് ഇന്ന് തന്നെ പോകുന്നു. അപ്പോൾ എന്നോട് ഡയറി ഉണ്ടോ മിനി ബുക്ക് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണ്ടേ. എന്നോട് അങ്ങനെ പൊതുവേ എൻ്റെ അത്ര കാര്യങ്ങൾ നോട്ട് ചെയ്ത് ഞാൻ എല്ലാ കാര്യവും നോട്ട് ചെയ്തിട്ടാണ് ചെയ്യാൻ നോക്കാറുള്ളത്. പക്ഷെ അത്രയും ഒന്നും ഓളങ്ങനെ ബുക്കൊന്നും യൂസ് ചെയ്യില്ല എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ വെറുതെ ചോദിക്കല്ലേ കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്തായാലും വേണം, പുതിയ വർഷം വരില്ലേ. അപ്പോൾ എല്ലാം നോട്ട് ചെയ്ത് കുറേ ആവശ്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എനിക്ക് വാങ്ങിയ 2 ഉണ്ടായിരുന്നു. അപ്പോൾ അത് 2 കൊടുക്കാമെന്ന് കരുതി. ഒന്ന് ഈ ഒരു മിനി ബുക്കാണ് കേട്ടോ, ഭയങ്കര പോക്കറ്റ് സൈസിൽ വരുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാം. നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ. ഇതിൻ്റെ ഒരു സ്കൈ ബ്ലൂ ഇന്ത്യയിലുണ്ട്, പർപ്പിളും 2 വാങ്ങിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ പർപ്പിൾ ബുക്ക് കൊടുത്തു. പിന്നെ ഈ ഒരു സ്പൈറൽ നോട്ട്ബുക്കാണ്. ഇതും സാധാ നോട്ട്ബുക്ക് പോലെയാണ് കേട്ടോ, പേജസ് ഒക്കെ വരുന്നത് നോർമൽ റൂൾഡ് പേജസ് ആണ്. പക്ഷേ ഇതേപോലെ നോട്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. ഇതിൻ്റെ കവർ പേജ് ഉണ്ടല്ലോ, കാണുമ്പോൾ നമുക്കൊരു 3D എഫക്റ്റ് തോന്നും.
ഇങ്ങനെ കുറച്ച് എംബോസ്ഡ് ആയിട്ട് നിൽക്കണ പോലെയൊക്കെ തോന്നും കേട്ടോ. പക്ഷേ ശരിക്കും അങ്ങനെയൊന്നല്ല, സാധാ ഒരു പിക്ചറാണ്. അപ്പോൾ ഈ പിക്ചർ ചെയ്തത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, ഒരു 3D ആയിട്ട് നിൽക്കണ പോലെ. എന്തായാലും ഇത് രണ്ടും ഒക്കെ കൊടുക്കാമെന്ന് കരുതി. എനിക്ക് വേണമെങ്കിൽ പിന്നെയും വാങ്ങാമല്ലോ വിചാരിച്ചിട്ട്. പിന്നെ ഈ ഒരു ആസ്ട്രോണാൻറ്റിൻ്റെ എറൈസർ കണ്ടപ്പോൾ അതും ചോദിച്ച് അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവള് എനിക്ക് പിന്നെയും വാങ്ങാലോ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ ഒരു കസ്റ്റമറിന് വാങ്ങിയ 2 ഹെയർ ക്ലിപ്പ് ഉണ്ടായിരുന്നു. അത് പിന്നെ എന്തോ ആ ഒരു ഹാമ്പറിൽ വെച്ചിട്ടില്ല. അപ്പോൾ അതും രണ്ടും ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഓൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മാൾസിൻ്റെ ലിപ്സ്റ്റിക്ക് ഇത് എനിക്ക് തന്നതായിരുന്നു കേട്ടോ. മുന്നേ വന്ന സമയത്ത്, മുന്നേ പറഞ്ഞാൽ കുറേ മുന്നേ തന്നതാണ്. ഗേൾ പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നല്ലോ, അതാണ്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്യലും ഉണ്ടായിരുന്നു. എനിക്ക് ഓക്കെയാണ് കേട്ടോ, ഇഷ്ടമൊക്കെയാണ്. പക്ഷെ ഇതിൻ്റെ ഷാർപ്പനർ കൂടല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം കുറിപ്പിക്കാനുള്ളൊരു വഴിയില്ല, ഷാർപ്പ് ചെയ്യാനുള്ള വഴിയില്ല. കുറേ ഞാൻ ബ്ലേഡ് വെച്ചിട്ടൊക്കെ കട്ട് ചെയ്യാൻ നോക്കിയിട്ട്, പക്ഷെ അതൊന്നും നടക്കാത്തതുകൊണ്ട് തന്നെ പിന്നെ അത് ഓള് കൊണ്ടുപോയിട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ ഞാനുള്ള ബാഗിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇനി പോണ നേരത്തൊന്നും മറക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. ഇതിലും പിന്നെ കുറേ ലിപ്സ്റ്റിക്കും അങ്ങനത്തെ ഐറ്റംസൊക്കെ തന്നെയാണ് ഇട്ടുള്ളത്. ഈ ഒരു ബാഗ് ഓൾ മാക്സിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതായിരുന്നു. ഇത് വാങ്ങുന്ന സമയത്ത് എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ട് രസം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ നല്ല ഭംഗിയുണ്ട് വാങ്ങിക്കുമോ എന്ന് പറഞ്ഞ് അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തതാണ്. ശരിക്കും നേരിട്ട് കാണാനും നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറേ അങ്ങനെ ഇട്ട് നോക്കുകയൊക്കെ ചെയ്ത്. എനിക്ക് ഈ ഒരു ഷെയ്ഡിലുള്ള ബാഗും ഇല്ല. ഇതിൽ അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്, ഇട്ടിട്ടും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മുകളിൽ കുറച്ച് ഡ്രസ്സ് ഉണങ്ങിയത് എടുക്കാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുകൾക്ക് വന്നതാണ്. അപ്പോൾ ആ നേരത്തെ തന്നെ ചെടിയൊക്കെ കുറേ ദിവസമായി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, അപ്പം എന്നാൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് അധികവും മറ്റേ സ്നേക്ക് പ്ലാന്റും അങ്ങനത്തെ ഒക്കെ ആയതുകൊണ്ട് തന്നെ അതിന് എപ്പോഴും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി വെള്ളം ഒഴിച്ചത് കൂടിയിട്ട് വേറെ പ്രശ്നമൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴെങ്കിലും ആണ്ടിലൊരിക്കലൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കലുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സ്നേക്ക് പ്ലാന്റ് അങ്ങനത്തെ ചെടിയൊക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പക്ഷെ വെള്ളം ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ വാടി പോണ പോലെയാണ്. പിന്നെ അതെല്ലാം ഇങ്ങനത്തെ ഇലച്ചെടികളാണ് കേട്ടോ. പൂവ് ഉണ്ടാവണതൊന്നുമില്ല, ഒരു റോസ് മാത്രമേ ഉള്ളൂ. അതിമിപ്പോൾ പൂവ് ഉണ്ടാവണില്ല. ഇതൊക്കെ ഇങ്ങനത്തെ ആണ്. എനിക്ക് കൂടുതലും ഇങ്ങനത്തെ തന്നെയാണ് കേട്ടോ ഇഷ്ടം. ഇനി ഏതെങ്കിലുമൊക്കെ ഒന്ന് റൂമിൽ കൊണ്ടുവന്ന് വെക്കണം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനെങ്ങാനും ഇനി റൂമിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് ഉണ്ടാവണത് നിന്ന് വാടിപ്പോയാലോ എന്നുള്ള പേടി കൊണ്ടാണ് കേട്ടോ ഞാൻ കൊണ്ടുവരാത്തെ. കുറച്ചും കൂടെ അങ്ങോട്ട് ആവട്ടെ എന്ന് കരുതി. മിക്കവാറും ഈ ഒരു പ്ലാന്റേക്കാരം ഞാൻ കൊണ്ടുപോകുക. കാരണം ഇതിൻ്റെ ലീവ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഒരു എസ്തെറ്റിക് വൈബൊക്കെ ഉണ്ട്. പിന്നെ ആ സമയത്ത് സൺസെറ്റ് ആവാനായിട്ടുള്ളൊരു സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിൽ ഇങ്ങനെ ചുമർക്ക് ഡയറക്റ്റ് വെളിച്ചം വരും കേട്ടോ. ഒരു ഗോൾഡൻ ഹവർ എന്നൊക്കെ പറയുന്ന പോലെ നല്ല രസമാണ് ആ സമയത്ത് അവിടെ നിൽക്കാൻ. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കിയിട്ട് പിന്നെ ഞാൻ ഉണങ്ങിയിട്ടുള്ള ഡ്രസ്സും ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് താഴേക്കനെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. സാധാരണ വീക്ക്ലി ക്ലീൻ ചെയ്യണ ദിവസമാണ് കേട്ടോ ഞാൻ മാറ്റലുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീക്ക്ലി ക്ലീനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ബെഡ്ഷീറ്റ് മാറ്റാമെന്ന് വിചാരിച്ചു. ഇയർ എൻഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യണത്. അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ മാസവും ഡീപ്പ് ക്ലീനൊന്നും ചെയ്യലില്ല, ജസ്റ്റ് മന്ത്ലി ക്ലീനിങ് പോലെ അങ്ങനെ ഒന്ന് ചെയ്യും. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റ് മാറ്റി പില്ലോ കവറും ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഉണങ്ങിയിട്ടുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ട് ബെഡിൽ തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. എന്നാലേ ഞാൻ പെട്ടെന്ന് അത് മടക്കി വെക്കുള്ളൂ. പിന്നെ പ്രയറും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് രാത്രിയാണ് അത് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ബെഡിൽ തന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും മടക്കി വെക്കുമല്ലോ, കാരണം വേറെ വഴിയില്ല. എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് മേശമേൽ എന്തായാലും വെക്കാൻ പറ്റില്ല. പിന്നെ ഇത് വെക്കാനുള്ള വേറെ സ്ഥലം ഇവിടെ അല്ല. എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ഇട്ടുന്ന ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, പക്ഷെ അത് ഫുള്ളായതുകൊണ്ട് തന്നെ അതിലെന്തായാലും കൊണ്ടുവന്ന് വെക്കില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ബെഡിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ മടക്കി വെക്കും കേട്ടോ കിടക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട്. പിന്നെ ആദ്യം എൻ്റെ റൂമിലൊരു സ്വിങ് മെഷീൻ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും
സ്ഥലം ഇല്ല സാധനങ്ങൾ വെക്കാൻ. അതുണ്ടെന്നുണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ അതിന്മേൽ കൊണ്ടുവന്നിടും. അപ്പം അതില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം അപ്പം എടുത്ത് വെക്കും. അപ്പോൾ ഈ ഒരു ഡേ ഇത്ര കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. എന്തായാലും ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.